ദൈവനാമത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവദാസിമാർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെ ദൈവത്തിൽ നിന്ന് സംസാരിപ്പാൻ ഒരു അവസരം ലഭിക്കാൻ മുഖാന്തരമായ അന്നമ്മ ആൻഡി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസിമാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ ഈ സെഷന് മുന്നേ നടന്ന പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് അടിയനെ സഹായിച്ചു. എത്ര ആത്മാർത്ഥമായിട്ടാണ് ദൈവദാസിമാർ വിഷയങ്ങളിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ദൈവത്തെ ഓർപ്പിച്ചുണർത്തുന്നത്. ഹല്ലേലൂയ. കേട്ടപ്പോൾ പലപ്പോഴും എന്റെ ഭാഗമാകുവാൻ എപ്പോഴും കഴിയുന്നില്ലെങ്കിലും ഒരുപാട് സന്തോഷം തോന്നി. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ അവിടെ ഇവിടങ്ങളായി ജനത്തെ ഹല്ലേലൂയ തിരുഹൃദയത്തിന്റെ പ്രസാദപ്രകാരം ഹല്ലേലൂയ ദൈവത്തെ വിഷയങ്ങൾ ഓർപ്പിച്ചു നിർത്തുവാൻ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. വീണ്ടും ആഴത്തിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ. നമ്മൾ പലരും പ്രാർത്ഥനാ ജീവിതത്തിന്റെ പല തട്ടുകളിൽ നിൽക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നിൽക്കുന്ന തട്ടിൽ നിന്ന് ഒരു പടിയും കൂടെ മുകളിലോട്ട് കയറേണ്ടതിന്, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവസാന്നിധ്യത്തിന്റെ നിറവ് അനുഭവിക്കേണ്ടതിന് ഹല്ലേലൂയ നമ്മളെ വീണ്ടും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവം എന്റെ കരങ്ങളിൽ തന്നുവിട്ടിരിക്കുന്ന വിഷയം ദൈനംദിന ജീവിതത്തിന് വേണ്ടുന്ന ദൈവിക ജ്ഞാനം, വിസ്ഡം ഫോർ അവർ പേർപ്പസ് ഇൻ ലൈഫ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചതിന് ഒരു നിയോഗം, ഒരു പേർപ്പസ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ വ്യക്തിയുടെയും ഏത് ചെറിയ കുഞ്ഞും ഒരാൾ പോലും ഉടയവന്റെ പദ്ധതി ഇല്ലാതെ സൃഷ്ടിക്കപ്പെടുന്നില്ല. ചിലർ ഷോർട്ട് ലിവ്ഡ് ആണ്, ചിലർ ലോങ് ഒരുപാട് നാൾ ജീവിക്കുന്നു. എങ്കിലും നമ്മുടെ ആയുസിന്റെ ദൈർഘ്യമല്ല നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ ലോകത്തിലാക്കുന്നതിന് ദൈവത്തിന്റെ ഒരു നിയോഗമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണമാകുമ്പോൾ നമ്മളെ തിരിച്ച് യജമാനൻ വീട്ടിലേക്ക് വിളിക്കും. എന്നാൽ ഈ ഉദ്ദേശത്തിനനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഈ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിച്ചെടുത്തുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ നിയോഗങ്ങൾക്ക് അനുസരിച്ച് 100% അതായിട്ട് അലൈൻ ചെയ്ത് വരണമെങ്കിൽ 24/7 നമ്മൾ ദൈവിക ജ്ഞാനത്തിൽ ജീവിക്കണം. ആ ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു ക്രൈ ഫോർ വിസ്ഡം എന്നുള്ള നിലയിൽ ഇന്ന് ബൈബിളിൽ ജ്ഞാനികളായ ഒരുപാട് പേരുണ്ട്. നമ്മൾക്ക് എല്ലാവരും ദിവസവും ഒരുപാട് വചനം കേൾക്കുന്നത് കൊണ്ട് ഇതൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ദൈവം ജ്ഞാനം പകരുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിലൂടെ നമ്മൾ ഓടിച്ച് കടന്നുപോയി നമ്മുടെ ഓർമ്മയെ ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് നമ്മൾക്ക് എവിടെയാണോ ജ്ഞാനത്തിന്റെ ആവശ്യകതയുള്ളത് അവിടെ ഇന്ന് ദൈവത്തോട് കരയുവാൻ, നമ്മുടെ നിയോഗങ്ങളിലേക്ക് നമുക്ക് ഉയരുവാൻ കഴിയാതെ നമ്മുടെ ബുദ്ധിയെ കെട്ടിവെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ മേൽ ആത്മാവിൽ ഒരു ജയമെടുക്കാനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായ കുറിവാക്യമായി ദാനിയേൽ 2:14. ചില വാക്യങ്ങൾ വേഗത്തിൽ നമ്മളൊന്ന് തൊട്ടു പോകുന്നതായിരിക്കും. 2:14 അവസാന ഭാഗം. എന്നാൽ രാജാവിന്റെ അകമ്പടി നായകനായി ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളവാൻ പുറപ്പെട്ടു. അകമ്പടി നായകനായി ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളവാൻ പുറപ്പെട്ട അർയോക്കിനോട് ദാനിയേൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറഞ്ഞു. അപ്പൊ ദാനിയേലിനെ പറ്റി നമുക്കറിയാം, ദിവ്യാത്മാവിനാൽ നിറയപ്പെട്ട ദൈവത്തിന്റെ ഭക്തനായിരുന്നു. ഒരു കുറവ് പോലും പറയാൻ കഴിയാത്ത ഒരു ദൈവഭക്തൻ. ഈ ദൈവഭക്തൻ ഈ കൊട്ടാരത്തിൽ എങ്ങനെയാ എത്തിയത്, ബാബേലിലെ കൊട്ടാരത്തിൽ എങ്ങനെയാ എത്തിയെന്നൊക്കെ നമുക്കറിയാം. എന്നാൽ ആദ്യം തന്നെ ദാനിയേൽ, ശദ്രക്കും മേശക്കും അബേദ്നെഗോവും മരണപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം, ഒരുപാട് നമ്മൾ ചിന്തിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നെബൂഖദ്നേസർ രാജാവ് ആദ്യം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വിവേചിപ്പാൻ ആ ദേശത്തിലുള്ള ആർക്കും കഴിയാതെ വന്ന സമയത്ത് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ച് സകലരെയും കൊന്നു മുടിക്കേണ്ടതിനായിട്ട് അർയോക്ക് എന്നൊരാളെ അകമ്പടി നായകനെ പുറപ്പെടുവിക്കുന്നു. ആ കൂട്ടത്തിൽ ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും മരണപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേലിന്റെ ബുദ്ധിയോടും വിവേകത്തോടും കൂടിയുള്ളൊരു ഉത്തരമാണ് ദാനിയേലിനെ തന്റെ നിയോഗത്തിലേക്ക്, രാജസന്നിധിയിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. രാജസന്നിധിയിൽ നിന്ന് ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ത് എന്നവൻ രാജാവിന്റെ സേനാപതിയായ അർയോക്കിനോട് ചോദിച്ചു. അർയോക്ക് ദാനിയേലിനോട് കാര്യം അറിയിച്ചു. ദാനിയേൽ അകത്ത് ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ
തക്കവണ്ണം കൂട്ടുകാരനായ ഹനന്യാവോടും മിശായിലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നവരാണല്ലോ ഹനന്യാവും മിശായിലും അസര്യാവും. അപ്പൊ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് അതിന്റെ പിന്നാമ്പുറം മനസ്സിലായിട്ടുണ്ട്. ദാനിയേലിന്റെ ബുദ്ധിയും വിവേകത്തോടും കൂടിയുള്ള ഒരു ഉത്തരം ഈ ദിവസങ്ങളിൽ നമ്മൾ തൊട്ടു മുന്നേ പ്രാർത്ഥിച്ചത് സഹോദരിമാരെ ശക്തമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാ, ബുദ്ധിയോടും വിവേകത്തോടും കൂടി ഉത്തരം പറയേണ്ടത് തലമുറകളോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, കുഞ്ഞു മക്കളോടൊക്കെ വളരെ ബുദ്ധിയും ജ്ഞാനവും കൗശലതയും നിറഞ്ഞ ഒരു തലമുറയുടെ മധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതിന്റെ മധ്യത്തില് ഓരോ സമയത്തും ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ ആകാം, ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുന്നിൽ ഉത്തരങ്ങൾ കൊടുക്കണമെങ്കിൽ നമുക്ക് ബുദ്ധി, വിവേകം അത്യന്താപേക്ഷിതം അതൊക്കെ ഉള്ളവരാ നമ്മള്. പക്ഷെ ഉള്ളത് പോരാ, നിറച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ ദാനിയേലില് ഹി ഗേവ് വൈസ് ആൻസർ, ബുദ്ധിയോടെ ഉള്ള ഉത്തരം കൊടുത്തു, ധൈര്യത്തോടെ രാജാവിനോട് സംസാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് താൻ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയോ അല്ല ചെയ്തത്. കാരണം ദിവ്യാത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നു. താൻ സ്വന്തമായിട്ടല്ല ചെയ്തത്. പിന്നെ താൻ ബുദ്ധിയോട് കൂടി ഒരു അന്വേഷണം അവിടെ നടത്തി. എന്താ? കൂട്ടുകാരെയും കൂടെ കൂട്ടി ഈ വിവരം അറിയിച്ച് അവര് ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതുപോലുള്ളൊരു മണ്ഡലമാണ് ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നവരാ. ഈ 4 ബാലകന്മാരുടെ പ്രത്യേകത നമുക്ക് 1:17 കാണാം. ഈ 4 ബാലന്മാർക്ക് ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർത്ഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറയപ്പെട്ട 4 ബാലകന്മാര് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് നിമിത്തം മരണം ഒഴിഞ്ഞു പോകുവാനും രാജാവിന് വലിയൊരു ആശ്വാസം ലഭിക്കാനും ഇടയായി. അപ്പൊ ഈ ബാലകന്മാർക്ക് കൊടുത്ത ഈ ആത്മാവ് കൊണ്ട് തന്നെ അതേ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമ്മളിൽ വാഴുമ്പോൾ ഇതെല്ലാം ഇവർക്കുള്ള ഈ ക്വാളിറ്റീസ് നമ്മളിലും വെളിപ്പെടേണ്ടതാണ്. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ നിറയ്ക്കാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ 1:17 താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. രാജാവ് ഇവരോട് സംസാരിച്ചപ്പം അവിടെ കൂടി രാജാവ് ട്രെയിനിങ് കൊടുത്തിരുന്നവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേലും ഹനന്യാവും മിശായേലും അസര്യാവും എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. ഇതാ ദൈവിക ജ്ഞാനത്തിന്റെ പ്രത്യേകത. ദൈവിക ജ്ഞാനം നമ്മുടെ മേലിലോട്ട് പകരുമോ ഉണ്ടല്ലോ, ജോലി സ്ഥാനത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ദൈവസഭയിലാണെങ്കിലും എക്സലന്റ് ആയിട്ട് നിൽക്കാനായിട്ട് നമുക്ക് പറ്റും. എന്ന് പറഞ്ഞ് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയല്ല, പക്ഷെ എക്സൽ ചെയ്യുന്ന സ്പിരിറ്റാ ദൈവത്തിന്റെ ആത്മാവിനാൽ പകരപ്പെടുന്ന ജ്ഞാനം. ആ ഒരു എക്സലൻസിന് വേണ്ടിയാണ് ഇന്ന് ദൈവസന്നിധിയിൽ കരയുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞത്. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷിക്കുന്നെന്ന് അടുത്ത വാക്യത്തിൽ കാണുന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്ത് എല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരികന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ഇതുപോലെ ഒരു 10 ഇരട്ടി വിശിഷ്ടതയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതെ, നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ എൻലൈറ്റൻമെന്റ് ലൂടെ ഉള്ള പ്രവൃത്തികളും വാക്കും നമ്മളിൽ നിന്ന് വെളിപ്പെട്ട് വരേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ദാനിയേലിനെ തന്നെ 2-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ രാജാവിന് അടുത്തൊരു സ്വപ്നം കാണുന്നു. ആ സമയത്ത് രാജാവ് ദാനിയേലിനോട് സംസാരിക്കുന്ന ചില വാക്കുകളാണിത്. ബെൽഷസ്സർ എന്ന പേരുള്ള ദാനിയേലിനോട് രാജാവ്, ഞാൻ കണ്ട സ്വപ്നവും അർത്ഥവും അറിയിപ്പാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത്, രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരികന്മാർക്കും മന്ത്രവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അതെ, നമ്മുടെ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അത് ചിലർക്ക് മാത്രം വെളിപ്പെടുന്ന ഒരു അവസ്ഥയിലായി ഈ ദിവസങ്ങളിലായിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഇതിനകത്ത് കൂടി വന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദൈവസഭകളിൽ, നമ്മുടെ ദേശങ്ങളിൽ നടക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ കഴിവുള്ള ഒരു കർത്താവാണ് നമ്മളോട് കൂടെ ഉള്ളത്. എങ്കിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കൃപാവരങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് അഭയാചന കഴിക്കാനായി ഇന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിലും ആ വിശിഷ്ട ജ്ഞാനാത്മാവിലേക്കുള്ള ഒരു പ്ലഗിങ് ഇന്നിന് വേണ്ടിയുള്ള ഒരു കരച്ചിൽ, അതിൻ്റെ അപ്പുറത്തോട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പം ആ ഒരു
ആവശ്യബോധത്തോടെ കരയെ, കർത്താവ് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ അങ്ങ് നിയോഗിച്ചിരിക്കുന്ന നിയോഗങ്ങൾക്ക് അനുചിതമായ ജ്ഞാനം, ദൈവിക രഹസ്യങ്ങൾ തിരിച്ചറിയുവാൻ, അടുത്ത സ്റ്റെപ്പുകൾ വെക്കേണ്ട, നമ്മുടെ അടുത്തേക്ക് ഗൈഡൻസിന് പലപ്പോഴും ആളുകൾ കടന്നു വരുമ്പോൾ ഒരു വാക്ക് പോലും ബുദ്ധിയിൽ നിന്ന് പറയാതെ ദൈവിക ജ്ഞാനത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുവാൻ, ദൈവം പറയാത്ത ഒരു വാക്കും നാവിൽ നിന്ന് പുറപ്പെടാതെ കംപ്ലീറ്റും ജ്ഞാനാത്മാവിന്റെ ദിവ്യാത്മാവിന്റെ നിറവിനാൽ നിൽക്കുന്ന സഹോദരിമാരായി ഈ ലൈനിലുള്ള നമ്മൾ ഓരോരുത്തരും എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഇന്ന് വീണ്ടും നമ്മളെ ഉത്ബോധിപ്പിച്ച് ഇന്നത്തെ ദിവസത്തെ ആരാധനയിൽ വ്യക്തമായി ദൈവത്തോട് നമുക്ക് ഈ വിഷയം തന്നെ യാചിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ദാനിയേലിലൂടെ ദൈവം ഈ രഹസ്യങ്ങൾ രാജാവിനെ വെളിപ്പെടുത്തി, നമുക്കതെല്ലാം അറിയാം. ആ ദാനിയേലിനെ നമുക്ക് 2-ാം അധ്യായം 48-ാം വാക്യത്തിൽ കാണാം. രാജാവ് ദാനിയേലിനെ മഹാനാക്കി, അവനെ അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കി വെച്ചു. അപ്പം ഒരു പ്രമോഷനിലേക്ക്, രാജാവിന്റെ രണ്ടാമൻ എന്നൊരു നിലവാരത്തിലേക്ക് ദാനിയേൽ ഉയർത്തപ്പെടുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം. ദൈവം നമ്മുടെ മേൽ ചില സവിശേഷ ജ്ഞാനത്തിന്റെ ആത്മാവിനെ പകരുമ്പോൾ അത് മെയിൻലി ഒരു പൊസിഷനോട് റിലേറ്റ് ചെയ്ത ഈ ദിവസങ്ങളിൽ ഈ ലൈനിലുള്ള നമ്മൾ ഓരോരുത്തരെയും ഔദ്യോഗിക മണ്ഡലങ്ങളിലും ആത്മിക മണ്ഡലങ്ങളിലും ഈ മുൻ വഹിച്ചിട്ടില്ലാത്ത ചില ആത്മിക ദൗത്യങ്ങളിലേക്ക് കരം പിടിക്കുവാൻ പിടിച്ചുയർത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്നും വീണ്ടും ആഹ്വാനം ചെയ്യുന്നത്. അധികം ജ്ഞാനത്തിന് വേണ്ടി കരയുക. ദാനിയേലിനെ പോലെ ദേശത്ത് രണ്ടാമനാകേണ്ടുന്ന, അതായത് അധികാരികൾക്കുൾപ്പെടെ ദൈവിക ജ്ഞാനം ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ രാജാക്കന്മാർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്നത് പോലെ ദേശാധിപതിമാർക്കും രാജാക്കന്മാർക്കും നമ്മൾ ആയിരിക്കുന്ന ഔദ്യോഗിക മണ്ഡലങ്ങളിലും ചില പൊസിഷനുകളിൽ ദൈവം ആക്കി വച്ചിരിക്കുന്നെങ്കിൽ തത്സമയത്ത് പറയേണ്ടുന്ന വാക്കുകൾ, തത്സമയത്ത് എടുക്കേണ്ടുന്ന ഡിസിഷനുകൾ അത് ഒരുപാട് പേരുടെ ഭാവിയെ ബാധിക്കുന്നതാകാം. അങ്ങനെയുള്ള ചില ഉത്തരവാദിത്ത മണ്ഡലങ്ങളിലേക്ക് കർത്താവ് ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം വഴി ആ മണ്ഡലത്തിൽ എത്തുവാനും അവിടെ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ കൃപയോടുകൂടി ആ പൊസിഷൻ വഹിക്കുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് ഇന്ന് ആത്മാവിൽ ഞാൻ ഉത്ബോധിപ്പിക്കുകയും അതിനുവേണ്ടി എൻകറേജ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ ദാനിയേൽ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനായ ദാനിയേൽ എന്നാണ് രാജാവ് ദാനിയേലിനെ കുറിച്ച് പറയുന്നത്. അതിനുശേഷം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ നെബൂഖദ്നേസറിന്റെ മകനായ ബെൽഷസ്സർ ആ ഭിത്തിമേൽ എഴുതിയ രേഖ കണ്ടപ്പോൾ ബെൽഷസ്സറിന്റെ ഭാര്യ വന്ന് ദാനിയേലിനെ കുറിച്ച് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. ബെൽഷസ്സർ എന്ന് പേര് വിളിച്ച ദാനിയേലിൽ ഉത്കൃഷ്ട മനസ്സും അറിവും ബുദ്ധിയും സ്വപ്ന വ്യാഖ്യാനവും ഗൂഢാർത്ഥ വാക്യ പ്രദർശനവും സംശയ ഛേദനവും കണ്ടിരിക്കാൻ. അപ്പൊ കണ്ടോ, ദൈവാത്മാവിലുള്ള എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പലതും വളരെ കട്ടിയുള്ള വാക്കുകളാണ്. ഗൂഢ അർത്ഥവാക്യ പ്രദർശനം, സംശയ ഛേദനം എന്ന് പറഞ്ഞാൽ ഡൗട്ട് ഉള്ളവരുടെ ഡൗട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കൊടുക്കാൻ കഴിയും. കണ്ടിരിക്കയാൽ രാജാവ് അവനെ മന്ത്രവാദികൾക്കും ആഭിചാരികന്മാർക്കും കൽദയർക്കും ശകുനവാദികൾക്കും അധിപതിയാക്കി വെച്ചു. ഇപ്പോൾ ദാനിയേലിനെ വിളിക്കട്ടെ, അവൻ അർത്ഥം ബോധിപ്പിക്കും. അപ്പൊ രാജ്ഞി വന്ന്, ബെൽഷസ്സറിന്റെ ഭാര്യയായ രാജ്ഞി വന്നിട്ട് ദാനിയേലിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതിനോട് ചേർത്ത് തന്നെ പറയുക, ദൈവിക ജ്ഞാനം നമ്മളിൽ പെരുകുമ്പോൾ ദൈവിക നിയോഗത്തിന്റെ ഭാരം കൂടും. അത് കൂടുമ്പം അതനുസരിച്ചുള്ള പ്രതിസന്ധി മറുഭാഗത്ത് ഉയർന്നു വരും. അത് ദാനിയേലിന്റെ ജീവിതത്തിൽ നിന്ന് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രാജാവ് ദാനിയേലിനെ ദേശാധിപതിമാരുടെ എല്ലാം മേലിൽ 3 പേരെ ആക്കിയ കൂട്ടത്തിൽ ദാനിയേലിനെ മാറ്റി. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കാൻ വിചാരിച്ചു. വീണ്ടും ഒരു പ്രമോഷന്റെ അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ലയൺസ് ഡെൻ അല്ലെങ്കിൽ സിംഹത്തിന്റെ ഗുഹയിൽ ചെന്ന് എത്തിയത്. അപ്പൊ ദൈവിക ജ്ഞാനത്തോടനുബന്ധിച്ച് ദൈവം നമ്മുടെ മേൽ ജ്ഞാനം പകരുന്നത് അനുസരിച്ച് പ്രമോഷന്റെ കൂടെ ഒരു പ്രോബ്ലവും കാണും. പക്ഷെ ആ പ്രോബ്ലത്തെയും ഓവർകം ചെയ്യേണ്ടത്, അതിനെയും അതിജീവിക്കേണ്ടത് വീണ്ടും ദൈവിക ജ്ഞാനം കൊണ്ടാ. ഉത്തരം പറയേണ്ടടുത്ത് ഉത്തരം പറയുക, മൗനമായിരിക്കേണ്ടടുത്ത് മൗനമായിരിക്കുക. ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിലുള്ള സകല ഭയത്തെയും
പുറത്താക്കും. കാരണം ദിവ്യാത്മാവിന്റെ നിറവ് മാനുഷിക മണ്ഡലങ്ങളെ താണ്ടി ദൈവത്തിന്റെ റെമ്മില് സ്വർഗീയ മണ്ഡലത്തിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള കൃപ നമ്മുടെ മേൽ പകരും. ഇതേ ആത്മാവ് തന്നെയായിരുന്നു ജോസഫിന്റെ മേലും വ്യാപരിച്ചത്. 41:38 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. ഈ ഒരു ടെസ്റ്റിമണി നമ്മളായിരിക്കുന്ന ദേശത്തും നമ്മളായിരിക്കുന്ന ദൈവസഭയിലും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മ മണ്ഡലങ്ങളിലും ഓരോ ദൈവ പൈതലിനെ കുറിച്ചും പറയത്തക്ക നിലവാരത്തിൽ ക്വാളിറ്റി ഉള്ളവരായിട്ടൊന്ന് ഉയരാനായിട്ടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാരൻ നമ്മളെ ഒന്നുകൂടെ ഓർപ്പിക്കുന്നത്. നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനും ഇല്ല എന്ന് നമ്മളെ നോക്കി സാക്ഷ്യം പറയത്തക്ക ഒരു അവസ്ഥയിൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു പ്രോബ്ലം പോലും സോൾവ് ചെയ്യാൻ പറ്റാതെ ഔട്ട്സോഴ്സ് ചെയ്ത് മറ്റൊരാളുടെ അടുത്തേക്ക് പറഞ്ഞ് അവിടെ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഇന്നടത്ത് മറ്റൊരാൾ പ്രാർത്ഥിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഗതി മാറ്റി വിടേണ്ട അവസ്ഥ വരാതെ നമ്മുടെ അടുത്തേക്ക് വരുന്ന പ്രശ്നങ്ങൾ മോശ എങ്ങനെയാ പറയാ, നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യങ്ങളെ എന്റെ അടുക്കൽ കൊണ്ടുവരും. അങ്ങനെ ധൈര്യത്തോടെ പറയത്തക്ക രീതിയിലാണ് ഈ ഗ്ലോബൽ ലൈനിലുള്ള നമ്മളെ ഓരോരുത്തരെ കർത്താവ് സെക്യുലറായിട്ടും സ്പിരിച്വൽ ആയിട്ടും എക്വിപ്പ് ചെയ്യണേ എന്ന് ഞാൻ ഇന്ന് പകൽക്കാലം ഹൃദയം നുറുങ്ങി കർത്താവിനോട് അപേക്ഷിക്കുക. അപ്പം യോസഫിലൂടെ ഒരു പ്രോഫസി, ഒരു സ്വപ്നം ഇതുപോലെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പം ജോസഫ് പറഞ്ഞ ഇതാണ് 41-33 വാക്യം. ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തിനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരിയാക്കി വെക്കണം. അപ്പം അവിടെ ദേശത്ത് വരാൻ പോകുന്ന വറുതിയെ കുറിച്ച് ജോസഫ് വിവേചിച്ചു കൊടുത്തു. എന്നിട്ട് പറയുന്നത് ജ്ഞാനമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരിയാക്കി വെക്കണം. അപ്പം തനിക്ക് വേണ്ടി, ജോസഫിന് വേണ്ടിയാണ് ആ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടം അവിടെ ദൈവം ഒരുക്കിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നാളുകളായി പീഡകളിലൂടെ, കഷ്ടങ്ങളിലൂടെ ജോസഫിനെ ദൈവം ഈ ഒരു മഹാനിയോഗത്തിന് വേണ്ടി വാർത്തെടുത്ത് ബന്ധനത്തില്, തടവില്, ദുഷ്പേര് കേൾക്കാനുള്ള സാധ്യത, ഒറ്റപ്പെടുത്തൽ, കൊല്ലപ്പെടുത്താൻ സഹോദരന്മാരെ ശ്രമിക്കുന്ന ഒരു വ്യക്തി കടന്നു പോകാവുന്ന യേശുവിന് സമനായി പഴയ നിയമത്തില് യേശുവിന്റെ നിഴലായി നിന്നുകൊണ്ട് തന്നെ അനുഭവിക്കാവുന്ന എല്ലാ വേദനകളും ജോസഫ് അനുഭവിച്ചപ്പോഴും ഈ ഒരു മഹാനിയോഗത്തിന് വേണ്ടുന്ന ജ്ഞാനം തന്റെ മേൽ ദൈവം പകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നുള്ള സ്പോണ്ടേനിയസ് വേക്കൻസി ഈ ദർശനത്തിലൂടെ ജോസഫിന്റെ വായും കൊണ്ട് തന്നെയാ രാജാവിനോട് വിവേചിച്ചു കൊടുക്കുന്നത്. ആ വേക്കൻസി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം മിസ്രയീം രാജ്യത്തില് ഒരു വിവേകി വരണമെന്ന് ജോസഫിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ആ സീറ്റ് ഓപ്പൺ ആയി വന്നത് ആ ദിവ്യ ജ്ഞാനം കൊണ്ട് ജോസഫിന് തന്നെയാണ്. ജോസഫ് അനുഭവിച്ച കഷ്ടതകളെല്ലാം സങ്കീർത്തനം 105:17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനം എഴുതിയ ആ വ്യക്തി നല്ല ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ച് യോസഫിനെ അവർ ദാസനായി വിറ്റു. യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാൻ. അപ്പൊ ബന്ധിക്കപ്പെട്ട് കിടന്നവനെ ആ ജ്ഞാനം എവിടെ കൊണ്ടാ എത്തിച്ചത്? പ്രഭുക്കന്മാരെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ബന്ധിച്ചോളാൻ രാജാവ് അങ്ങ് കൽപ്പന കൊടുക്കുക, അവന്റെ അധികാരം കൊടുക്കുക. അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തന്റെ ഭവനത്തിന് അവനെ കർത്താവായും തന്റെ സർവ്വസമ്പത്തിന് അധിപതിയായി നിയമിച്ചു. അതെ, ദൈവം കൊടുത്ത കഷ്ടതയിലൂടെ തികഞ്ഞു വന്ന് അതിലൂടെ ദൈവം കൊടുത്ത ജ്ഞാനത്തിന്റെ സമ്പൂർണത ജോസഫിനെയും ഒരു പൊസിഷനിലേക്ക് കൊണ്ടെത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തനിക്ക് ലഭിച്ച പുതിയ രാജ്യത്വത്തിന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് ദൈവ മുൻപാകെ തന്നെ താഴ്ത്തിയവനാ ശലോമോൻ എന്താ പറയുന്നത്? എന്റെ അപ്പനായി ദാവീദിന് പകരം നീ എന്നെ രാജാവാക്കിയിരിക്കുക. പക്ഷെ ഞാനൊരു ബാലന, കാര്യാദികൾ നടത്താൻ എനിക്ക് അറിവില്ല. അപ്പം ദൈവം വരം ചോദിച്ചപ്പം താൻ ചോദിച്ചത് ജ്ഞാനവും വിവേകവും ഉള്ളൊരു ഹൃദയമാണ് ചോദിച്ചത്. അതുകൊണ്ട് ദൈവം പറയുന്നു, ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തരും. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷവും ഉണ്ടാകയില്ല. ദൈവം വാക്ക് പറഞ്ഞാൽ അത് വാക്കാ എന്ന് 1 രാജാക്കന്മാർ 4:20-29 തെളിയിക്കും. ദൈവം ശലോമോൻ
ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തത് നമുക്ക് കാണാം. അതിന് 30 മുതൽ 31 വരെയുള്ളത് വാക്യങ്ങളിൽ വീണ്ടും ദൈവിക ജ്ഞാനത്തിന്റെ സവിശേഷത നമുക്ക് കാണാം. സകല ദിഗ്വാസികളുടെ ജ്ഞാനത്തെക്കാളും മിസ്രൈമ്യൻ, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ജ്ഞാനികളായിരുന്നു ഈജിപ്ഷ്യൻസ് കൈവെക്കാത്ത, മിസ്രൈമ്യർ കൈവെക്കാത്ത മേഖലകൾ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവരുടെ ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. ചുറ്റുമുള്ള സകല ജാതികളിലേക്കും ഈ ജ്ഞാനം മൂലം ശലോമോന്റെ കീർത്തി പകർന്നു. ചുറ്റുമുള്ള രാജാക്കന്മാരെല്ലാം നാനാജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു. അത് ഈ ശലോമോന്റെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് പ്ലേസ് ചെയ്യണം. ഈ ദൈവിക ജ്ഞാനത്തിന്റെ നിറവ് വരുമ്പം മറ്റുള്ളവരിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വിശിഷ്ടരായിരിക്കുക മാത്രമല്ല, ഇതിന്റെ നന്മ അനുഭവിപ്പാൻ, ഇത് കാണാൻ, ഇത് കേൾപ്പാൻ, ഇത് രുചിപ്പാൻ, ഇത് അറിയുവാൻ പലരും ഓടിക്കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത്രയ്ക്ക് എക്സലന്റ് ആണ് ദൈവത്തിന്റെ ജ്ഞാനം. ഇതേ ജ്ഞാനത്താലാണ് വാതിൽ കാവൽക്കാരനായിരുന്ന മൊർദെഖായിയുടെ കയ്യിൽ രാജാവിന്റെ മോതിര എത്തിച്ചേർന്നത്. ഇതേ ജ്ഞാനമാണ് ഹാമാന്റെ കൗശലത്തെ തകർത്ത യഹൂദന്മാർക്ക് ആ ദേശത്ത് ഹല്ലേലൂയ ആഘോഷിക്കാനായിട്ട് മൊർദെഖായിക്കും എസ്തറിനും അവരവരുടെ ജ്ഞാനം ദൈവഭക്തിയോടുകൂടി ദൈവാശ്രയത്തോട് ഉപയോഗിച്ചത് മൂലമാണ് ആ ദേശത്ത് 8 വരേണ്ടടുത്തു നിന്ന് ജയഘോഷം ഉണ്ടായത്. അപ്പൊ ദൈവാത്മാവ് പറയുക, ദൈവം ഇങ്ങനെ വിശിഷ്ടമായ ജ്ഞാനം കൊടുത്തെടുത്തൊക്കെ ഒരു പൊസിഷനുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന പൊസിഷനുകളിൽ ദൈവിക ജ്ഞാനത്തോടെ ഓപ്പറേറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ജ്ഞാനാത്മാവായി നമ്മുടെ മേൽ വ്യാപരിക്കുക. ബസലേലിനെ പറ്റി അറിയുക. ആലയം പണിയുടെ നിയോഗത്തിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, സകല കരകൗശലങ്ങളിലും തികവുള്ള നൈപുണ്യമുള്ളവൻ ആയിരുന്നു. മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യാൻ അവൻ എക്യുപ്ഡ് ആയിരുന്നു. പുറപ്പാട് 35 വായിച്ചാൽ മതി, ഞാൻ അതിന്റെ ആഴത്തിലേക്ക് പോകുന്നില്ല. പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് മോശയുടെ മാതാവായ യോക്കേബേദിനെ കുറിച്ചാണ്. യോക്കേബേദിന് ഉണ്ടായിരുന്ന ആ സവിശേഷ ജ്ഞാനം അതവരുടെ ഭയത്തെ ദൂരീകരിച്ചു. രാജകൽപ്പനയ്ക്കെതിരെ നിൽപ്പാനും ബുദ്ധിയോടുകൂടി തന്നെ മകനെ പരിപാലിപ്പാനും ഒരു ജ്ഞാന പെട്ടകത്തിലാക്കുവാനും ഒക്കെ അവളുടെ മേൽ ദൈവം പകരുന്ന ആ ദൈവിക ജ്ഞാനം കൊണ്ടാണ് ആ മാതാവിന് ദൈവത്തിന്റെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഭയത്തെ ദൂരീകരിച്ചുകൊണ്ട് സ്റ്റെപ്പ് വെക്കാൻ ഇടവന്നത്. അതുകൊണ്ട് 3 ദൈവിക തലമുറകളുടെ മാതാവായി നിലകൊള്ളുവാൻ യോക്കേബേദിന് കഴിഞ്ഞു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരാളായിരിക്കാം, മറ്റു ജോലികളൊന്നും ചെയ്യാത്ത ഒരാളായിരിക്കാം ഇന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാക്കൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതേപോലെ ഈ ദിവസങ്ങളിൽ സഹോദരിമാരായ നമ്മളെ ഔദ്യോഗിക പദവികളിൽ ശക്തിയോടെ ഉപയോഗിക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുമ്പോൾ ഈ ജ്ഞാനത്തിന്റെ തികവിന് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവം മുൻപാകെ അഭയാചന കഴിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.